ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷ ഒളിപ്പിച്ച് വെച്ച രഹസ്യം എല്ലാവരും അറിയുകയാണ്. അവൾക്ക് ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് തന്നെ നമ്മുടെ രേവതി എല്ലാവരോടുമായിട്ട് പറയുമ്പോൾ ശരിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ട് ശ്രീകാന്തിനോട് ഇതുവരെയും വർഷ പറഞ്ഞില്ല? ഭർത്താവായ അവനോട് പറയേണ്ടതല്ലേ ആയിരുന്നു എന്നുള്ളൊരു സംശയം അവർക്കിടയിലുമുണ്ട്. അതിനുശേഷം നമ്മുടെ സുധിയാണെങ്കിൽ റൂമിൽ പോയി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര അവിടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാൻ എന്താടാ നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് ദൈവം വാരും കോരും കൊടുക്കും, ഇല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ അച്ചമ്മ പറഞ്ഞ ആ സ്വത്തിന് അവകാശി വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കുട്ടിക്കായിരിക്കില്ലേ, ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ഇല്ലാതായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് അങ്ങനെയാടാ, നീ അല്ലെങ്കിലും നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ആദ്യം പ്രസവിക്കുന്നത് നിന്റെ കുഞ്ഞായിരിക്കണമെന്ന്, എന്നിട്ട് ഇപ്പം എന്തായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ്, അല്ല ഒരു നിലയ്ക്ക് നന്നായി പ്രസവിക്കാഞ്ഞത്, കാരണം അവൾ പ്രസവിച്ചിരുന്നെങ്കിൽ കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ അവളെ നിന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായേനെ എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും നീ അവളെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ആകെ ദേഷ്യമായിട്ടിരിക്കണം, ആകെ സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക, അതിൻ്റെ ഇടയിലാണ് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ ഉറപ്പിക്കുകയാണ്, എന്തായാലും നിന്നെക്കൊണ്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യിക്കൂടാ, അത് ഉറപ്പാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വർഷ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്ത് വരികയാണ്. അപ്പോൾ വീട്ടിലൊന്നും ഒരു ലൈറ്റ് പോലും ഇല്ല. ഇതെന്താ ആരും ലൈറ്റ് ഇടാത്തത്? വീടിൻ്റെ ചുറ്റുമുള്ളിടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, ഇവിടെ എന്താ ഫ്യൂസ് പോയോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചു. അവൾ അതിലങ്ങനെ പതുക്കെ തുറന്ന് അകത്തേക്ക് കിടക്കുകയാണ്. അകത്തും ഒരു ലൈറ്റ് പോലും ഇല്ല. അങ്ങനെ എല്ലാവരും പുറകിൽ വന്നങ്ങനെ നിന്നതിന് ശേഷം ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ പൂമാലയൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെന്താ പറ്റിയത്, എന്താ നിങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ പറ്റിയത്, ആ സന്തോഷം എന്നോടും കൂടി പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, അത് ശരി, സന്തോഷം, നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിന്നതാണെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി. ഞങ്ങളെന്ന് പറയുന്ന ആര്, ഞാൻ ഒരാളല്ലേ ഉള്ളൂ എന്നിങ്ങനെ വർഷ ചോദിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരാളുള്ളൂ, കുറച്ച് മാസം കഴിയുമ്പോൾ ഒരാളും കൂടി വരും എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയുടെ മുഖത്തും അതുപോലെ സുധിയുടെ മുഖത്തൊന്നും വലിയ സന്തോഷമൊന്നുമില്ല, എങ്കിലും സന്തോഷമുണ്ട് താനും. അപ്പോൾ ആ സമയത്ത് വർഷയുടെ വയറിലങ്ങനെ വെച്ചിട്ട് പറയണം, ഇതിൻ്റെ അകത്താണ് ഒരാൾ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വർഷ അമ്മയാവാൻ പോകുന്ന കാര്യം ഞങ്ങളെല്ലാവരും അറിഞ്ഞു. രേവതി ചേച്ചി പൂ കൊണ്ടു കൊടുക്കാൻ പോയ അവിടുത്തെ ഡോക്ടർ വർഷയെ പരിശോധിച്ചതാണ്. ആ ഡോക്ടർ രേവതിയോട് പറഞ്ഞു, ഏട്ടത്തിയോട് പറഞ്ഞു എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം വർഷ ആകെ പെട്ടുപോവുകയാണ്. താൻ മറച്ചു വെച്ച രഹസ്യം എല്ലാവരും പറഞ്ഞില്ലേ. വർഷ പറയുന്നുണ്ടോ, വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി, എന്നാലും ഇത് ഞാൻ അപ്പം എന്താ നീ ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വരുന്നത് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം ആ സമയത്ത് അച്ഛമ്മനെ, എൻ്റെ അച്ഛനെ അമ്മയും ഒക്കെ വിളിച്ച്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഈ ഒരു കാര്യം എല്ലാവർക്കും ഒരു വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്തിനോട് പറയാതിരുന്നത് മോശമായി പോയി എന്ന് സുധി അവിടെ നിന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം വർഷ നമ്മുടെ രേവതി പോയിട്ട് മധുരമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, ലഡുവൊക്കെ കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ അവരതൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം വർഷ വേഗം റൂമിലോട്ട് പോവുകയാണ്. പുറകെയായിട്ട് ശ്രീകാന്തും പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്, വർഷേ, നമ്മുടെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത്, അപ്പോൾ എനിക്ക് പറ്റില്ല അതിനെ പ്രസവിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. നിനക്ക് ഏതോ ഒരു ഡബ്ബിങ്ങിൽ നീ പ്രസവിക്കുന്ന ഒരു സീൻ ഡബ്ബ് ചെയ്തു എന്നും പറഞ്ഞു, ഇപ്പം അത് കാരണമല്ലേ നീ പ്രസവിക്കാതെ വേദന അനുഭവിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി, ഏതൊരു സ്ത്രീക്കും അനുഭവിക്കേണ്ട ഒരു വേദന തന്നെയാണ് ഒരു അമ്മയാകുന്നത് എന്ന് പറയുന്നത്. അത് നീ എന്താ നിഷേധിക്കുന്നത്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോഴും ഈ ഒരു സത്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ആരും അറിയാതെ ആ കുഞ്ഞിനെ നശിപ്പിച്ചേനെ. അതിന് വേണ്ടിയിട്ടാണല്ലോ നീ പപ്പായ ജ്യൂസ് കഴിച്ചതും അതുപോലെ തന്നെ ഡാൻസ് നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് ഡാൻസ് കളിച്ചതൊക്കെ. നീ ഇത്ര ദുഷ്ടയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ അവൻ്റെ വായ ഇങ്ങനെ പൊത്തിരി പറയുന്നുണ്ട്, ഒരിക്കലല്ല, ഞാൻ അത്ര ദുഷ്ടയൊന്നുമല്ല, പക്ഷേ എനിക്ക് പേടിയാണ് ശ്രീകാന്ത് പ്രസവിക്കും, എനിക്ക് വേദന സഹിക്കാൻ പേടിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മരിച്ചു പോകും, ശ്രീകാന്തിൻ്റെ കൂടെ ഞാൻ ഇനി കുറച്ച് നാൾ മാത്രമേ ഉണ്ടാകുള്ളൂ, അങ്ങനെയൊന്നുമില്ല, നിന്റെ തോന്നലാണ് അതൊക്കെ എന്ന് പറഞ്ഞ്. പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം, നമ്മുടെ കുഞ്ഞാണായാലും പെണ്ണായാലും നമുക്കതിനെ വേണം, വർഷം നീ ആ കുഞ്ഞ് ജീവൻ കളയരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് വർഷയെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വർഷം ഒന്ന് ഒതുങ്ങിയ പോലെ നിൽക്കുകയാണ്. അതിനുശേഷം അച്ചമ്മയെ വിളിച്ചറിയിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ അച്ചമ്മ ഫോൺ എടുത്തിട്ട്, അച്ചമ്മ വെച്ച മത്സരത്തിൽ
വർഷയും ശ്രീകാന്തും വിജയിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് മത്സരം എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ്. അത് ശരി, ഇപ്പോൾ ഓർമ്മയില്ലല്ലേ, ആദ്യം അച്ഛനും അമ്മയാകാം ഒരു കുഞ്ഞ് പിറക്കേണ്ട കാര്യം, അപ്പോൾ ഇപ്പം മനസ്സിലായി, അത് ശരി, അങ്ങനെ ഒരു സംഭവം നടന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് അച്ഛമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ശ്രീകാന്തിനെ വർഷ എവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്, അച്ഛമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ തന്നെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, ഞാൻ എന്തായാലും നിങ്ങളെ കാണണം എനിക്കെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയം ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ വെട്ടിച്ചല്ല, അവരാണ് മിടുക്കന്മാർ എന്നിങ്ങനെ അച്ഛമ്മ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ മേടിച്ചിട്ട് പറയണം, അത് ശരി, ഇപ്പം അവരെ മാത്രം കണ്ടാൽ മതി, ഞങ്ങളെ ഒന്നും കാണണ്ടേ എന്ന് ചോദിക്കണം. എന്തായാലും ഞാൻ വരുന്നുണ്ടോ നിൻ്റെ ചെവിക്ക് പിടിക്കാനായിട്ട്, എന്നിട്ട് ബാക്കി വന്നിട്ട് അതെന്തിനാ എൻ്റെ ചെവിക്ക് പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വന്നിട്ട് നേരിട്ട് പറയാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചന്ദ്ര പറയുകയാണ്, അതെ അമ്മ നാളെ വരുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, അപ്പോൾ ശ്രുതി അന്വേഷിക്കില്ലേ അമ്മ എന്ന് പറയുന്നുണ്ട്. അമ്മ അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോൾ പറയേണ്ടി വരില്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ പറയണ പോലെ ഒന്നുമില്ല, അതെന്തായാലും അമ്മയെ അറിയിക്കണം, അമ്മയോട് ഞാൻ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ട, അറിയിക്കണ്ട, അത് അറിയിക്കാതെ അങ്ങനെ ഈ സന്തോഷം കിടത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയോടായിട്ട് രവീന്ദ്രൻ പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും അവളെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്